ചന്ദ്ര എന്നറിയുന്ന മുഖ്യമന്ത്രി സ്പെഷ്യൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ 100% ബാംഗ്ലൂരിൽ നമുക്ക് ഉറപ്പ് തന്നത്. ഇന്ന് ഞാൻ ഇന്നലെ രാത്രി എത്തിയിട്ട് ഈ രാവിലെ മുതൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം 12 മണിക്ക് അദ്ദേഹം പറഞ്ഞു വിതിൻ 2 hours 2 മണിക്കൂർ കൊണ്ട് വീണ്ടും തെരച്ചിൽ ആരംഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു 10 ദിവസം സ്റ്റേ ചെയ്തൊരു മനുഷ്യന് ഗംഗാവലി പുഴയുടെ ഇന്നത്തെ ഒഴുക്ക് നമ്മളൊക്കെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. വളരെ ഈസിയായി അന്ന് ഇന്ദ്രപാലൻ ഐഡന്റിഫൈ ചെയ്ത ട്രക്കും നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ നമുക്ക് കഴിഞ്ഞ 4 ദിവസമായിട്ട് പിന്നെ മഴയില്ല. എനിക്ക് തോന്നുന്നത് അതിൻ്റെ കൃത്യമായ ശാസ്ത്രീയ വശമല്ല, കാണുമ്പോൾ ഒരു 3 knotsനേക്കാളും താഴെ ആർക്കും ഇറങ്ങി ആ ട്രക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളിവിടെ നേരിട്ട് കാണുന്നത്. ഇതുവരെ ഈ ട്രിലോക്ക് ചന്ദ്രൻ എന്നറിയുന്ന ആളാണ് മുഖ്യമന്ത്രിയോട് ഞാൻ ബാംഗ്ലൂരിൽ പോയി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് നേവിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവരവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു 2 മണിക്കൂർ, ഞാനിപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് സംസാരിച്ചു, ആ വിശ്വാസത്തിലും പ്രതീക്ഷയിലാണ് രാവിലെ മുതൽ ഞാനും അർജുൻ്റെ അജിത്തിനടക്കമുള്ള കുടുംബവും വെയിറ്റ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തെരച്ചിൽ അന്ന് അവർ നിർത്തുമ്പോൾ, താൽക്കാലികമായി നിർത്തുമ്പോൾ പറഞ്ഞൊരു കാര്യം 6 knots 8 knots വെള്ളത്തിൻ്റെ വേഗതയുള്ളത് കൊണ്ട് അത് വല്ല അപകടാവസ്ഥ ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം ഈശ്വർ മൽപ്പ വന്നപ്പോഴും അവർ FIR ഇടുന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തിയതാണ്. ഇന്നിപ്പോൾ കാലാവസ്ഥയും എല്ലാം അനുകൂലമായിട്ട് പോലും നമ്മൾ ഇത്രമാത്രം ശ്രമിച്ച ഒരു കാര്യത്തിൽ ഈ രീതിയിലൊരു സമീപനം പിന്നെ ഉണ്ടാകുന്നത് വല്ലാത്ത സങ്കടകരമായ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി സഹകരിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ to send that agriculture machinery. എന്തുകൊണ്ടാണ് ഈ അവിടെ ഡ്രഡ്ജിംഗ് മെഷീൻ അടക്കം ആവശ്യപ്പെട്ടിട്ടും അത് പലപ്പോഴും നൽകുന്നില്ല? അഡ്വാൻസ് ആയിട്ട് തുക നൽകാമെന്ന് പറഞ്ഞിട്ട് അത് നൽകുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയൊരു അലംഭാവം ഉണ്ടായി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നമുക്ക് സതീഷ് ശൈല MLA സംബന്ധിച്ച് നമുക്കറിയാം, ആ തുടക്കം മുതൽ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇടപെട്ട. നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ കണ്ടൊരു കാര്യമാണ്. ഞാനിപ്പോഴും അദ്ദേഹത്തോട് രാവിലെ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഞാനിപ്പോൾ നേരിട്ട് MK രാഘവൻ MP ഞങ്ങൾ ഒന്നിച്ച് CM-നും ഡെപ്യൂട്ടി CM-നും കാണാൻ പോയ സമയത്താണ് അപ്രതീക്ഷിതമായി അവരെ കാണാൻ കഴിയാത്തപ്പോൾ അവർ പറഞ്ഞ ഈ സർക്കാർ തലത്തിലുള്ള ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചപ്പോഴാണ് ഞായറാഴ്ചയാണ് എന്നോട് അവർ പറയുന്നത് 2 ദിവസം കൊണ്ട് തെരച്ചിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ DC നമ്മൾ രാവിലെ മുതൽ കോൺടാക്ട് ചെയ്യുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വെച്ച് ഈ കാലാവസ്ഥ അനുകൂലമായി വന്നു, വെള്ളത്തിൻ്റെ വേഗത കുറഞ്ഞു, ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നൊരു സമയത്താണ് ഒരു പരസ്പര ബന്ധമില്ലാത്തൊരവസ്ഥ കാണുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് നേരത്തെ ഇവിടെ വന്ന റിയാസ് മിനിസ്റ്ററുടെയും AK ശശിയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് തലത്തിൽ ഉടനെ ഒരിടപെടൽ. ഇപ്പോഴും അവർ തെരച്ചിൽ പിന്നെ നടത്തുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവസാന നിമിഷം വരെ സംസാരിക്കുമ്പോഴും ഇന്ന് തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് എനിക്ക് ഒരു കേരളത്തിലെ MLA നിലക്ക് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പറയുന്നത് നാവികസേന വരുന്നില്ല, SDRF NDRF ഈശ്വർ മൽപ്പെ ഇവരായി ഇനി തെരച്ചിൽ നടത്തുക എന്നാണ് പറയുന്നത്. അങ്ങനെ വല്ല ഇല്ല, എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ ട്രിലോക് ചന്ദ്രൻ എന്ന സ്പെഷ്യൽ ഓഫീസറാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഒന്നും കൂടി MLAയോട് സംസാരിച്ചിട്ട് നമുക്ക് എന്തായാലും തെരച്ചിൽ ആരംഭിക്കണം, പിന്നെ തെരച്ചിൽ തുടരണം, അതിനനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്, വേഗതയില്ല. തെരച്ചിൽ തുടങ്ങിയ 100% ഈ 10 ദിവസം നീണ്ടു പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നമുക്ക് ആ ട്രക്ക് കണ്ടെത്താൻ കഴിയും. 100%. അറിയില്ല. ഇപ്പൊ പിന്നെ ഒന്ന് സതീഷ് സേൽ MLA-നെയും കൂട്ടിയിട്ട് ഒന്ന് ജിതിനെയും കൂട്ടിയിട്ട് അർജുന്റെ ഫാമിലിനെയും കൂട്ടിയിട്ട് നമ്മളൊന്ന് ഇപ്പൊ തന്നെ DC-നെ നേരിട്ട് പോയി കണ്ടു. ഇതിലെ ഈശ്വർ മാൽപ്പ തെരച്ചിലിറങ്ങുന്നു പറയുന്നു, പല തവണയായി അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടം അതിന് അനുമതി ഇതുവരെ നൽകിയിട്ടില്ല. പോലീസ് അങ്ങനെ തെരച്ചിൽ നടത്തിയാൽ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. എത്രത്തോളം അത് പ്രായോഗികമാണ്? ഇപ്പോൾ കാർവാർ MLA ചോദിക്കുമ്പോൾ ആ കാര്യമാണ് പറയുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണ്, അത് എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും? നേരത്തെ പറഞ്ഞതാണ്. അന്ന് അവർ പറയുമ്പോൾ ഈ വെള്ളത്തിന്റെ നോട്ട്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് ഈശ്വർ മൽപ്പയുടെ കാര്യമല്ല, ഇന്നലെ മുതൽ അവർ പറഞ്ഞൊരു കാര്യം, എന്തായാലും തെരച്ചിൽ ആരംഭിക്കും, ഞങ്ങൾ അതിന് വലിയ രീതിയിൽ ശ്രമം നടത്തും. അതിലെ ഈശ്വർ മാൽപ്പയ്ക്ക് മാത്രമല്ല, നേവിക്ക് പോലും ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല നിലവിൽ. പിന്നെ ഈ ഈശ്വർ മാൽപ്പയ്ക്ക് അനുമതി നൽകുമെന്ന കാര്യം നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നമ്മളൊരു ഇപ്പം അടിയന്തരമായി ഇവിടുത്തെ MLA ഉണ്ട്, ഒന്ന് DC ആയിട്ട് ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ച് തെരച്ചിൽ എന്തായാലും നടത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്, അതിനു വേണ്ടി ഇടപെടുന്നതായിരിക്കും. ഇപ്പോഴും വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ തന്നെയാണ് ഉള്ളത്. ആശയക്കുഴപ്പം നമുക്ക് തുടക്കം മുതലേ അറിയാം ഇവിടുത്തെ കാര്യം. ഇന്ന് ഏതായാലും നമ്മൾ 100% തെരച്ചിൽ പിന്നെ തുടരും, തെരച്ചിൽ നടത്തും, നേവി എത്തുന്ന. കാരണം നേവിയുടെ കാര്യം ദൂരം നിന്ന് വരണ്ടല്ലോ, കാർവാറുള്ള ടീമാണ്, അവരെത്തുമെന്ന് പ്രതീക്ഷിച്ചത്. ഒരു അല്പസമയത്തിന് ഇവിടുത്തെ MLA-യുമായി
ജോയിൻ ചെയ്ത് ജിതിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ കലക്ടർ വന്ന് മീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാം. ഓക്കെ. തീർച്ചയായിട്ടും ഇപ്പോൾ AK അഷ്റഫ് MLAയും അത് തന്നെയാണ് പറയുന്നത്. ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തും. സർക്കാർ തലത്തിൽ തന്നെ അത്തരം ഇടപെടലുകളിലേക്ക് പോകും എന്നതാണ് പറയുന്നത്. നിലവിൽ നേവി ഇന്ന് തിരച്ചിൽ നടത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അവർക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചില്ല എന്ന വിവരമാണ് നേരത്തെ പുറത്തു വന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഇപ്പോൾ MLA പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ MLA ഉൾപ്പെടെ ഇവരുടെ സംഘം ഉൾപ്പെടെ ഈ ജില്ലാ കളക്ടറെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ സാധിച്ചിരുന്നില്ല എന്നതാണ്. അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലും എന്തുകൊണ്ട് തെരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തും. മറ്റ് NDRF സംവിധാനങ്ങൾ ഉൾപ്പെടെ അത്തരത്തിൽ വിന്യസിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നാളെയും ഉണ്ടാകുമെന്ന് കാർവാർ MLA പറയുന്നു. പക്ഷേ എത്രത്തോളം അത് സാധ്യമാകുമെന്ന് തെരച്ചിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ്.